ഹലോ, ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മടി പിടിച്ചിരുന്നിട്ട് വളരെ ലേറ്റായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ദീപാവലി ഡേയിലെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓഫീസിൽ തലേദിവസം നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ യെല്ലോ, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ അതെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഇച്ചിരി ഹെവിയാണ് കേട്ടോ, പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനം വാങ്ങിച്ച് എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് സാരി ഡ്രസ്സാണ്. അപ്പോൾ ഡ്രസ്സായിട്ട് സാരിയാണ്. എൻ്റെ കയ്യിൽ സാരി ഒന്നും ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഞാൻ സാരിയൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ജസ്റ്റ് പെട്ടെന്ന് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് കളറിലെ ബ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കളർഫുള്ളായിട്ടൊക്കെയാണ് വന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ ബ്ലൗസ് അതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിട്ടു. പിന്നെ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി ലൈറ്റൊക്കെ ഇട്ടു. അതേപോലെ ദീപങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മഞ്ചിരതിലൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈവനിങ് ടൈമിലായിരുന്നു കേട്ടോ നമ്മൾ ഓഫീസിൽ വന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, കഴിച്ചു. അങ്ങനെ ഓഫീസിലെ ദീപാവലി സെലിബ്രേഷൻ ഏകദേശം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും സന്തോഷമായത്. അവിടെ കുറേ പടക്കങ്ങളും പൂത്തിരികളും മത്താപ്പവും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അവിടുത്തെ സെലിബ്രേഷന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഒരു വഴിക്ക് നിന്നോട്ട് തുടങ്ങി. ഹോസ്റ്റലിലൊന്നും നിൽക്കുമ്പം ഇതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ സെലിബ്രേഷൻ, ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫുൾ പവറിലായിരിക്കും. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്രസൻ്റ് ആയിരുന്നു. കുറേ പേർക്കൊന്നും പേടിയില്ല പടക്കമൊക്കെ കത്തിക്കാനൊന്നും. പക്ഷെ ചെറിയ പേടിയുള്ളവരുണ്ട് കേട്ടോ. ചെറിയ പേടിയുള്ള ആൾക്കാരൊക്കെ പൂത്തിരിയും അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ കത്തിച്ച് അവരും ഇതിൻ്റെ കൂടെ കൂടുന്നുണ്ട്. പക്ഷേ തീരെ പേടിയില്ലാത്തവരുണ്ട്. പടക്കമൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കണ്ടിട്ട് എനിക്ക് മാത്രമേ പേടിയുള്ളൂ എന്ന് തോന്നി. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് കുട്ടികൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ അറിയാം എന്തോരം തമാശയും കളിയും ചിരിയും ബഹളമൊക്കെ ആയിരിക്കുമെന്ന്. ഇങ്ങനത്തെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുമ്പം ആ ഒരു വൈബ് ഉണ്ടല്ലോ, വൈബ് അടിപൊളിയാണ്. എല്ലാവരുടെയും കൂടെ ഉള്ള ആ എൻജോയ് ചെയ്യുന്ന ടൈം നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ഉറപ്പായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഉറപ്പായിട്ടും ആ ഒരു രസം എന്താണെന്നുള്ള ഇതുപോലത്തെ മൊമെന്റ്സ് ഒക്കെ മിസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മേപ്പോട്ട് ഇട്ടൊരു പടക്കമല്ല, അതിനെന്താ പറയുക, മേലിൽ പോയിട്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ എന്താ പറയുക ആകാശത്ത് വരുന്നത് ആ സംഭവം ദിശ മാറി സഞ്ചരിച്ച് അടുത്തുള്ള വീട്ടിലൊക്കെ പോയി വീഴുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിനാരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ദീപാവലി ആയതുകൊണ്ട് എല്ലാവരും ആ ഒരു മൂഡിൽ തന്നെയായിരുന്നു. അങ്ങനെ കുറേ നമ്മൾ പടക്കൊക്കെ പൊട്ടിച്ച് ക്ഷീണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നമ്മളൊരു എന്താ പറയുക ബീച്ച് സൈഡായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ എൻ്റെ ഫ്രണ്ടായിട്ട് ഇങ്ങനെ സംസാരിച്ചാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഫസ്റ്റ് ഞാനൊരു സ്ട്രോബെറി ഷേക്കാണ് ഓർഡർ ചെയ്തത്. അത് വന്നു. അത് കഴിച്ച് കഴിഞ്ഞിട്ടൊരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബർഗറൊക്കെ ഭയങ്കര എന്താ പറയുക റിച്ച് ബർഗറായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സാലഡും പ്രോൺസും അങ്ങനെ കുറച്ച് ഡിഷസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ റെസ്റ്റോറൻറ്റ് എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സിൽ ഒന്നാണ്. പിന്നെ കുറച്ച് സ്പൂൺ കൊണ്ടൊക്കെ കഴിച്ച് നോക്കി. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് സ്പൂൺ കൊണ്ട് കഴിക്കുന്നത്? ഇതൊക്കെ നമ്മൾ കൈ കൊണ്ട് കഴിച്ചാലേ ആ ഒരു ഫീല് വരത്തുള്ളൂ. അങ്ങനെ ഇത് ഇത്രയും കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പാസ്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്ത ചിക്കൻ വെജിറ്റബിൾ സാലഡ് അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വന്നു. അതിനകത്ത് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സാലഡിൽ പൈനാപ്പിൾ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളതൊക്കെ ഫുഡൊക്കെ കഴിച്ച് തീർത്തു. എന്നിട്ട് നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ് കേട്ടോ. ദീപാവലി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് മനസ്സിൽ വരുന്നത്, ഞാൻ UG പഠിച്ചിട്ടുള്ളത് ട്രിച്ചിയിലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദീപാവലിക്ക് എനിക്ക് നാട്ടിലോട്ടുള്ള ടിക്കറ്റ് കിട്ടാഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അവിടെ ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ അന്ന് അവിടെ റോഡിലൊക്കെ ഇങ്ങനെ രാവിലെ ദീപാവലി കഴിയുമ്പം പടക്കം പൊട്ടിച്ചിട്ട് എൻ്റെ പേപ്പർ ഇങ്ങനെ നിറഞ്ഞ് കിടക്കും. നമുക്ക് കാല് വെക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഇതായിരുന്നു. അപ്പം അതൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. അപ്പോഴത്തേന് ആൾക്കാരൊക്കെ കുറഞ്ഞു കേട്ടോ, കുറച്ച് കുട്ടികളായി. അങ്ങനെ കുറേ പടക്കമൊക്കെ അവിടെ വെച്ച് പൊട്ടിച്ചിട്ട് പിന്നെ നല്ല സൂചിപ്പടക്കമൊക്കെ ഉണ്ടായിരുന്നു ചെറിയ. അപ്പോൾ അതൊന്നും നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിക്കാനുള്ള ക്ഷമയില്ല, ക്ഷീണിച്ചു. അപ്പം അതെല്ലാം നമ്മൾ ഒരു പേപ്പറിൽ ഇങ്ങനെ കൂട്ടിയിട്ട് അപകടകരമല്ലാത്ത രീതിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ദീപാവലി വ്ലോഗ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.